ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദി അൺടോൾഡ് സ്റ്റോറീസ്. ഞാൻ ഇന്നൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ നൈക്കയിൽ നിന്ന് വാങ്ങിയൊരു ഐലൈനറാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം അയ എന്ന് പറഞ്ഞിട്ടൊരു വാട്ടർ പ്രൂഫ് ഐലൈനറാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഈ ഒരു ഐലൈനർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നൊരു ഐലൈനറിൽ നിന്നും കുറച്ച് വ്യത്യാസമുള്ളൊരു ഐലൈനറാണ്. കാരണം പൊതുവേ നമ്മൾ വാങ്ങുമ്പോൾ എപ്പോഴും ബ്ലാക്കാണ് എല്ലാവരും ചൂസ് ചെയ്യുന്ന ഐലൈനർ, പക്ഷേ ഇത് ബ്രൗൺ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു 5 ml ഐലൈനർ പാക്കാണ് ഞാൻ വാങ്ങിയത്. ആൻഡ് ഇതിന് പല കളേഴ്സിൽ അവൈലബിൾ ആയിരിക്കും, പക്ഷേ ഞാൻ ബ്രൗൺ കളറാണ് ചൂസ് ചെയ്തത്. ബ്രൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഡാർക്ക് ആയിട്ടുള്ള ഒരു ബ്രൗൺ അല്ല, കുറച്ച് ലൈറ്റ് കളറായിട്ടുള്ള ബ്രൗൺ ആണ്. ആൻഡ് ഇതിൻ്റെ റേറ്റ് വരുന്നത് 249 റുപ്പീസാണ്. അപ്പം 36 മന്ത്സോളം നമുക്ക് ഈ ഒരു ഐലൈനർ യൂസ് ചെയ്യാമെന്നാണ് ഇവർ പറയുന്നത്. പിന്നെ ഈ ഒരു ഐലൈനറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ക്രൂവൽറ്റി ഫ്രീ ആണ്, അതുപോലെ പാരാബിൻ ഫ്രീ ആണ്. 100% വീഗൻ ആയിട്ടുള്ള ഒരു ഐലൈനറാണിത്. പിന്നെ ഇതൊരു മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റാണ്. അപ്പം നൈക്കനാണ് വാങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതുപോലെ കമൻറ്റ് സെക്ഷനിൽ ഇടാം. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതൊരു അപ്ലൈ ചെയ്തതിൻ്റെ അല്ലെങ്കിൽ യൂസ് ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് ഐക്ക് അങ്ങനെ ഒരു ഇറിറ്റേഷൻസോ അങ്ങനെയുള്ള ഒരു ഇഷ്യൂസും ഇല്ല. നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറില്ല, പക്ഷെ എന്നാലും ഫങ്ഷൻസിന് പോകുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെ ഒരു മാച്ചിങ് ആയിട്ടുള്ള കേസസ് വരുമ്പോഴൊക്കെ ഞാൻ ഇത് അപ്ലൈ ചെയ്യാറുണ്ട്. നല്ല കൺസിസ്റ്റൻ്റ് ആയിട്ട് സ്റ്റേ ചെയ്യുന്നുണ്ട്. അങ്ങനെ വാട്ടർ പ്രൂഫ് എന്ന് പറഞ്ഞാലും അങ്ങനെ വെള്ളം ടച്ച് ചെയ്ത് അങ്ങനെ പോകുന്നൊന്നുമില്ല, വാട്ടർ പ്രൂഫായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ ചില വാട്ടർ പ്രൂഫ് ഐലൈനേഴ്സ് എന്ന് പറയുമ്പം ഭയങ്കര ഗ്ലേസിങ് ആയിട്ടിരിക്കും. അങ്ങനൊരു ഗ്ലേസിങ് ഫീലൊന്നുമില്ല, കുറച്ചൊരു മാറ്റ് ഫിനിഷ് പോലത്തെ ഒരു ടൈപ്പ് ഒരു ഐലൈനറാണിത് വരുന്നത്. ഇത് റിമൂവ് ചെയ്യാനാണെങ്കിലും വളരെ എളുപ്പമാണ്. നമുക്ക് വാസലിനോ അല്ലെങ്കിൽ ഓയിലോ കൊണ്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ ക്ലീനാക്കി എടുക്കാൻ പറ്റും. അങ്ങനെയുള്ളൊരു പ്രശ്നമൊന്നുമില്ല. പിന്നെ അതങ്ങനെ സ്പ്രെഡ് ആവത്തൊന്നുമില്ല. നമ്മൾ റിമൂവ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചില ഐലൈനേഴ്സൊക്കെ സ്പ്രെഡ് ആവും. അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ ആദ്യമായിട്ട് എൻ്റെ ചാനലിലേക്ക് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സ്ക്രീനിലെ മൈ ബട്ടണിലൊക്കെ വീഡിയോസ് വാച്ച് ചെയ്യുക. താങ്ക് യു.